കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ എംഎൽഎമാരുടെ പിന്തുണ വ്യക്തമാക്കുന്ന രഹസ്യരേഖ ഇന്ന് കണക്കാക്കിയിരുന്ന രേഖ പുറത്തു വന്നു. AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിലുള്ള ഒരു പേപ്പറാണ് മാധ്യമങ്ങളിലൂടെ അതിൻ്റെ ഫോട്ടോയാണ് പുറത്തു വന്നത്. എംഎൽഎമാരിൽ സണ്ണി ജോസഫും ടി സിദ്ദിഖും സന്ദീപ് വാര്യരും ഉൾപ്പെടെ KCക്ക് പിന്തുണ നൽകിയെന്നാണ് ആ രേഖയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതേസമയം KCക്കുള്ള പിന്തുണ സന്ദീപ് വാര്യർ ഇക്കാര്യം ചോദിച്ചപ്പോൾ തള്ളിക്കളയുകയും ചെയ്തില്ല. മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിലുള്ള പട്ടികയുടെ ചിത്രം പുറത്തു വന്നത് കണ്ടിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ അദ്ദേഹം ആ കാര്യം തള്ളിക്കളഞ്ഞില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് കോൺഗ്രസിലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെയാണ് കാണിക്കുന്നത്. ഞങ്ങളൊക്കെ അഭിപ്രായം തേടിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ അഭിപ്രായത്തെ മതിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ സൂചിപ്പിക്കുന്നത്? കോൺഗ്രസ് ഒരു വിശാലമായ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അവരെല്ലാ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകൻ്റെയും ജനപ്രതിനിധിക്ക് അഭിപ്രായങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയല്ലേ? അതങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അതേസമയം പട്ടിക പുറത്തായതിന് പിന്നാലെ സണ്ണി ജോസഫ് ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കിയിട്ടുണ്ട്. ബിനിൽ ലീല സാബു വിശദാംശങ്ങൾ വീണ്ടും നൽകും. ബിനിൽ, ഇതിപ്പം ഈ രഹസ്യരേഖ ചോർന്നു എന്ന് പറയുമ്പോൾ ചോരാൻ പാകത്തിന് ഒരു ഫയലിലൊന്നും അല്ലാതെ സ്വന്തം കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വന്ന് സ്വാഭാവികമായിട്ടും ഇത് പത്രക്കാർ ഫോട്ടോ എടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെ ഫോട്ടോ എടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം പുറത്തേക്ക് വന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ. അല്ലാതെ ഒരു പേപ്പറിൽ വളരെ രഹസ്യമായിട്ട് എഴുതി ഓരോരുത്തരുടെയും പിന്തുണ ആർക്കാണെന്ന് എഴുതിയ ഒരു ഫോട്ടോ, ഒരു പേപ്പർ ഒരു കവറിലോ മറ്റോ വെക്കാതെ നേരെ എടുത്തിട്ട് ആ ഭാഗം, അതായത് എഴുതിയിരിക്കുന്ന ആ ഭാഗം, പേരുകളും ടിക്ക് ചെയ്തിരിക്കുന്നതും ആർക്കാണ് അനുകൂല നിലപാടെടുത്തിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനാവുന്ന വിധം ഫോട്ടോ ക്യാമറകൾക്ക് മുന്നിൽ മുൻപോട്ടിങ്ങനെ വെച്ചത് ആളുകൾക്ക് മനസ്സിലാകാനാകുന്ന വിധത്തിൽ മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് എന്ന് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അതിൻ്റെ ഒരു ഗൗരവം കനം കുറച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്, ഇന്നേ ആളുകളുടെ പിന്തുണ ഇന്നേ ആൾക്കാണ് എന്ന് സ്വന്തം അണികളെ ബോധ്യപ്പെടുത്തുക എന്നൊരു ബുദ്ധി കൂടെ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാകുമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ സണ്ണി ജോസഫ് ഈ കാര്യം ഒരു ബുദ്ധിമുട്ടായ ചോദ്യങ്ങൾക്ക് കാരണമാകും എന്ന് കരുതിയിട്ട് തന്നെയാണോ വാർത്താ സമ്മേളനം റദ്ദാക്കിയിട്ടുണ്ടാവുക? ഇന്ന് രാവിലെ വരെയും അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരുന്നത്. രാവിലെ 11 മണിക്ക് KPCC ആസ്ഥാനത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആകെയുള്ള ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കാര്യങ്ങളടക്കം അദ്ദേഹം പറയുമെന്നാണ് കരുതിയത്. അതിനൊക്കെയാണ് ഇപ്പോൾ ഒരു ചിത്രം, അതായത് സണ്ണി ജോസഫിൻ്റെ പേരടക്കം ഉള്ള പട്ടികയാണ്. ആ ചിത്രമാണ് പുറത്തേക്ക് വന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സണ്ണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഈ ഒരു ഫയലിൽ വെക്കാതെ എന്തിനാണ് ഇങ്ങനെ ഈ പട്ടിക പേരുകൾ ഉൾപ്പെടുന്ന രീതിയിൽ, അത് പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് അടക്കം പേര് അതിലുണ്ട്, അദ്ദേഹത്തിന് പിന്തുണ KCക്ക് ണെന്ന് വ്യക്തമാകുന്ന ചിത്രമാണ് ഉള്ളത്. അതാണ് അദ്ദേഹം ഇത്രയും പുറത്തേക്ക് ഇങ്ങനെ ഒരു ഫയലിൽ വെക്കാതെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ KCക്കുള്ള പിന്തുണ അറിയിക്കുക, അത് മാധ്യമങ്ങളിൽ വരിക എന്ന് തന്നെയാണ് ഉദ്ദേശമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും ആ ചിത്രത്തിൽ പ്രകാരം സണ്ണി ജോസഫ് KPCC പ്രസിഡന്റിന്റെ പിന്തുണ ഉള്ളത് KCക്കാണ്. അതോടൊപ്പം തന്നെ 14 പേരുടെ പട്ടികയാണ് വന്നത്. അതിൽ ഏകദേശം 8-9 ആളുകളുടെ പേരുണ്ട്. ആ 9 പേരും KCക്കാണ് പിന്തുണ. അതിൽ IC ബാലകൃഷ്ണൻ മാത്രമാണ് KC കഴിഞ്ഞാൽ രണ്ടാമത്തെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലും ഒരു കൗതുകമായ കാര്യമുള്ളത് IC ബാലകൃഷ്ണനൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണ പോലും ആദ്യ പിന്തുണ KCക്ക് ആണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കൽപ്പറ്റ MLA ടി സിദ്ദിഖ്, മുതിർന്ന നേതാക്കളടക്കം പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന് ആ ചിത്രത്തിലെ ആ പട്ടികയിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും KCക്ക് 49 MLAമാരുടെ പിന്തുണയുണ്ട് എന്നാണ് KCക്കൊപ്പം നിൽക്കുന്ന ആളുകൾ അവകാശപ്പെട്ടത്. അത് ഏകദേശം സൂചിപ്പിക്കുന്ന ഒരു പട്ടിക തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇന്ന് വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ പറയാനാണ് KPCC പ്രസിഡന്റ് തീരുമാനിച്ചത്. പക്ഷേ ഈ പട്ടിക പുറത്തു വന്നതോടെ അത്തരം ചോദ്യങ്ങൾ ഉയരും. ആ KC വേണുഗോപാലിന് പിന്തുണ ആ ചോദ്യം ഉയരും. അതുകൊണ്ട് വാർത്താ സമ്മേളനം അദ്ദേഹം റദ്ദാക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ പറയുന്നത്. എന്തായാലും മാധ്യമങ്ങളെ ഉടൻ കാണേണ്ടതില്ല എന്നുള്ളതാണ് ഈ നേതാക്കളുടെയൊക്കെ ഒരു പൊതു തീരുമാനം. രാവിലെ രമേശ് ചെന്നിത്തലയെ ഒരു പ്രതികരണം ശ്രമിച്ചപ്പോഴും ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാനില്ല, കൃത്യമായി തന്നെ ആ നീക്കം നടത്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും, അതൊരു തീരുമാനമായിട്ട് മാധ്യമങ്ങളെ കണ്ടാൽ മതി എന്നാണ് നേതാക്കളുടെ തീരുമാനം. ഇന്നിപ്പോൾ ചില പ്രകടനങ്ങൾക്ക് കൂടി സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒടുവിലെ പേര് KCയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ആ മന്ത്രിസഭയിലേക്ക് പിന്നീട് രമേശ് ചെന്നിത്തലയോ VD സതീശനോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നേരത്തെ തന്നെ അവർ ഇരു ക്യാമ്പുകളും തീരുമാനിച്ചതാണ്. അങ്ങനെ KC ഇവിടേക്ക് മത്സരിച്ച് മുഖ്യമന്ത്രിയെ വന്നാൽ മന്ത്രിസഭയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം അവർ നേരത്തെ എടുത്തിരുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. എങ്കിലും അവസാന നിമിഷവും ഈ സമ്മർദ്ദം 3 നേതാക്കളും ശക്തമാക്കുന്നുണ്ട്. അന്തിമ തീരുമാനം വരേണ്ട ഡൽഹിയിൽ നിന്നാണ്. എന്തായാലും ഇവിടുത്തെ MLAമാരുടെയും മുതിർന്ന നേതാക്കളുടെ MPമാരുടെ അടക്കം ഒരു കൂടിക്കാഴ്ച ഇന്നലെ ദീക്ഷ നടത്തിയിരുന്നു. അതിൽ പൂർണ്ണ പിന്തുണയും ഏകദേശം 49 പേര് MLAമാർ പിന്തുണച്ചത് KCയാണ്. മുതിർന്ന നേതാക്കളുടെ പിന്തുണ KCക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് നന്ദി ബിനിൽ. വിവരങ്ങൾക്ക് എന്തായാലും ആ തരത്തിലുള്ള രഹസ്യരേഖ അടക്കം പുറത്തു വരികയാണ്. ഇന്നയാൾക്കാണ് പിന്തുണക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം പോകുന്നത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായിട്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്.